നമസ്കാരം. ലോകം സമാധാനത്തെ ആവേശപൂർവ്വം പുണർന്ന ദിവസമായിരുന്നു ഇന്ന്. നിലയ്ക്കാത്ത നിലവിളികളും മരണത്തിന്റെ താണ്ഡവ നൃത്തത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട ഗസയിലെ ഇരുണ്ട തെരുവുകളിൽ നിന്ന് ഈ 2 വർഷത്തിനിടെ ഇതാദ്യമായി പുഞ്ചിരികൾ വിടർന്നു. കണ്ണീർ നനവുള്ള ആ പുഞ്ചിരികൾക്ക് സമാധാനത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. ഹമാസ് മോചിപ്പിച്ച 20 ഇസ്രായേലികൾക്കായി കാത്തിരുന്നവരും ഇസ്രയേൽ ഭരണകൂടം മോചിപ്പിച്ച 2000 പലസ്തീനുകൾക്കായി കാത്തിരുന്നവരും അതിർത്തികൾക്കിരുവശവും ആഘോഷത്തിന്റെ കൊടികൾ പറത്തി. ഇസ്രയേൽ മണ്ണിൽ പറന്നിറങ്ങിയ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വമ്പൻ സ്വീകരണം ഒരുക്കിയ ഇസ്രയേൽ ജനതയും ഉറ്റുനോക്കുന്നത് ശാശ്വത സമാധാനത്തിന് തന്നെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന്റെ 20 ദിന സമാധാന പദ്ധതിയുടെ ഭാവി പ്രവചനങ്ങൾക്കപ്പുറമാണ്. ഗസയിൽ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ബെഞ്ചമിൻ നെതന്യാഹുവിനും സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം കൈവിടില്ലെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഹമാസിനുമിടയിൽ സമാധാനത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാനാകും എന്നാർക്കും പറയാനാകില്ല. എങ്കിലും ഏതിരുട്ടിലും വെളിച്ചം വരും എന്ന പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിന് ലോകത്തിന്റെ ഉദ്ഭവത്തോളം തന്നെ പഴക്കമുണ്ട്. അതിന്റെ സമാധാനത്തിൽ ഉയർക്കട്ടെ ഗസ. പ്രതിസന്ധികളുടെ ചരിത്രാനുഭവങ്ങളിൽ നിന്ന് സമാധാനത്തിന്റെ പുതിയ അധ്യായങ്ങൾ കുറിക്കട്ടെ ഇസ്രയേൽ. എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഗസയിലെ ജനത ഈ 2 വർഷക്കാലം അനുഭവിച്ച അവരുടെ നീറുന്ന പൊള്ളുന്ന അനുഭവങ്ങളുടെ നേർസാക്ഷ്യം നമുക്ക് കാട്ടിത്തന്ന ഒരാളാണ് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ. അദ്ദേഹം ആതുര സേവനത്തിന്റെ ഭാഗമായി ഗസയിൽ കഴിഞ്ഞയാളാണ്. അദ്ദേഹത്തിന്റെ വിവരണങ്ങളിലൂടെയാണ്, ഒരു മലയാളി നൽകിയ വിവരണത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ ഇന്ന് ഈ ചർച്ചയിൽ പ്രത്യേക അതിഥിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി നമ്മളോടൊപ്പമുള്ള മറ്റൊരു അതിഥി BJPയുടെ കേണൽ എസ് ഡിന്നിയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, വളരെ ആശ്വാസം നൽകുന്ന വാർത്തയും ദൃശ്യങ്ങളും ഒക്കെ കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം നമ്മൾ ഗസയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും കണ്ടു. ആളുകൾ സന്തോഷത്തിലാണ്. ഇനി അവരുടെ പ്രാർത്ഥന ഒരുപക്ഷെ ഈ സമാധാനം എന്നേക്കുമായി എന്നതായിരിക്കും. ഇപ്പോഴീ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ 20 ദിന സമാധാന പദ്ധതി, അതിൻ്റെ ഭാവി എന്താകുമെന്ന് നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു ഘട്ടം എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ നടക്കുന്ന സമാധാന നീക്കങ്ങൾ, ഈ ഇരുകൂട്ടരും ബന്ദികളാക്കപ്പെട്ടവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിക്കൊണ്ടുള്ള സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറിയ ഈ സാഹചര്യം, ഇത് എത്ര കാലം നിലനിൽക്കുമെന്നതിൽ നമുക്ക് ആശങ്കയുടെ ആവശ്യമുണ്ടോ? ഇപ്പോൾ എത്ര കാലമാണ് ഈ സമാധാന പ്രക്രിയ നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്ക പൂർണ്ണമായി വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ശാശ്വതമായ സമാധാനം, ഇതാണ് ക്യാച്ച് വേർഡ്. ശാശ്വതമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീണ്ടും 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 വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതലയുണ്ട് സമാധാനത്തിൻ്റെ മധ്യസ്ഥത വഹിച്ച വ്യക്തികൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും രാജ്യങ്ങൾക്കും. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഒരു പരിധിവരെ തുർക്കിയുടെയും മധ്യസ്ഥതയിലാണ് സമാധാന ചർച്ചകൾ മുന്നോട്ട് പോയത്. ആദ്യ റൗണ്ട് സമാധാന ചർച്ചയുടെ ഒരു പരിസമാപ്തി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമാധാനം. ഇവിടെ 2 വർഷത്തിന് ശേഷം വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. നോക്കൂ, മുൻപും 2 പ്രാവശ്യം വെടിനിർത്തൽ സാധ്യമായതാണ്. നവംബർ 2023 ജാനുവരി 2025 2 പ്രാവശ്യം വെടിനിർത്തൽ സാധ്യമായതാണ്. കുറേയൊക്കെ ബന്ദി കൈമാറ്റവും സാധ്യമായി. പക്ഷേ അത് ശാശ്വതമായ സമാധാനത്തിൽ എത്തി നിർത്താൻ അത് പര്യാപ്തമായില്ല എന്നത് വിധി വൈപരീത്യം എന്നേ പറയാനുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം കോംപ്രിഹെൻസീവ് പീസ് ഡീലാണ് വരുന്നത്. അതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് വെടിനിർത്തൽ. ആ വെടിനിർത്തലിനോട് അനുബന്ധിച്ചുണ്ടാകേണ്ട സേനാ പിൻമാറ്റം, ഒരു യെല്ലോ ലൈൻ എന്ന ഇടത്തേക്ക്, കുറച്ചുകൂടെ സുരക്ഷിതമായ അകലം പാലിച്ചുകൊണ്ടുള്ള ഇടത്തേക്ക് ഇസ്രയേലിലെ സൈന്യങ്ങൾ മാറിയിരിക്കുന്നു. അതിന് സമാന്തരമായി തന്നെ, പാരലായി തന്നെ ബന്ദികളുടെ കൈമാറ്റം. ആദ്യം 7 ബന്ദികളും ഇന്ന് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം, ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബാക്കിയുള്ള 13 ബന്ദികളും, അങ്ങനെ 13 7 20 ബന്ദികൾ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇസ്രയേലിന്റെ കൈവശം എത്തിക്കഴിഞ്ഞു. ദേ ആർ വെൽ റിസീവ്ഡ്. അതിന് പകരമായുള്ള തടവുകാരുടെ, ഇസ്രയേലിന്റെ കൈവശമുള്ള പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവും സാധ്യമായിരിക്കുന്നു. അത് ആ ഒരു ഘട്ടമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു ബന്ദി പോലും നിലവിൽ ഹമാസിൻ്റെ കൈവശം ഇല്ല.
അതുകൊണ്ട് ഇനി ഇസ്രായേൽ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഫ്രം നൗ ഓൺവേർഡ്സ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു. അപ്രഖ്യാപിത ലക്ഷ്യങ്ങൾ വേറെ ഉണ്ടാവും. പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒരു കാര്യം ലഭിച്ചിരിക്കുന്നു, അതായത് ബന്ദികളെ പൂർണ്ണമായി, അവശേഷിക്കുന്ന ബന്ദികളെ പൂർണ്ണമായും കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ജീവനുള്ള ബന്ദികൾ. ഇനി ജീവനോടെ അല്ലാത്ത മൃതശരീരങ്ങൾ കുറെ കൂടെ വിട്ടുകിട്ടാറുണ്ട്. അത് സാവകാശം നടക്കുമായിരിക്കാം. രണ്ടാമത്തെ ഒരു ഉദ്ദേശമുണ്ട്, അത് ഏറ്റവും ഫണ്ടമെൻ്റലാണ്. ഹമാസിനെ പൂർണ്ണമായി ഫിനിഷ് ചെയ്തിരിക്കും, അവസാനിപ്പിച്ചിരിക്കും. ആ ഒരു ലക്ഷ്യം നിറവേറുന്നതുവരെ തങ്ങൾക്ക് സമാധാനമില്ല എന്ന ഒരു നിലപാടിലാണ് ഇസ്രായേൽ. അങ്ങനെയായിരുന്നു ഇസ്രായേലിൻ്റെ ഇതുവരെയുള്ള ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ നിലപാടുകളും. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭരണകൂടം, ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന ഭരണകൂടം നിലനിൽക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട തീവ്ര റാഡിക്കൽ വലത്ത് കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ്. ഇറ്റാമർ ബെൻഗ്യൂർ നയിക്കുന്ന കക്ഷിയും അതുപോലെ തന്നെ മറ്റൊരു ധനകാര്യമന്ത്രി നയിക്കുന്ന കക്ഷിയും. ഈ രണ്ട് കക്ഷികളുടെ പിന്തുണയോടുകൂടി നിലനിൽക്കുന്ന സർക്കാരിനെ സമാധാന പ്രക്രിയ മുന്നോട്ട് പോകണമെങ്കിൽ ഹമാസിനെ അംഗീകരിച്ചുകൊണ്ട്, ഹമാസിനെ പാലസ്തീനിൽ നിലനിർത്തിക്കൊണ്ട്, ഗാസയുടെ മണ്ണിൽ ഹമാസിനെ തുടരാൻ അനുവദിച്ചുകൊണ്ട് ഒരു ഫോർമുലയും ആത്യന്തികമായി ഇസ്രായേൽ അംഗീകരിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണാനാവില്ല. ഇപ്പോൾ നോക്കൂ, 20 സമാധാന പ്രക്രിയയിൽ ഹമാസിൻ്റെ നിരായുധീകരണം ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഭാവി ഭരണകൂടത്തിൽ ഹമാസിന് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ടാവില്ല എന്ന കാറ്റഗോറിക് ഉറപ്പാണ് മധ്യസ്ഥന്മാർ കൊടുത്തിരിക്കുന്നത്. ഈ ഉറപ്പ് പാലിക്കപ്പെടണം എങ്കിൽ ആരെങ്കിലും ഒരാൾ, അമേരിക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സഖ്യകക്ഷിയോ വ്യക്തമായി ഈ രംഗത്ത് വരേണ്ടതുണ്ട്. ഹമാസിനെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ രണ്ടാമത്തെ കാര്യം, അതായത് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിച്ച് ഗസയുടെ ഭരണം പുതിയ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരണം. താങ്കൾ പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 സമാധാന പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണിത്. അത് ഇതിനോടകം തന്നെ പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹമാസ് ഈ ഇസ്രായേൽ സേന പിടിച്ചു വെച്ചിരുന്ന, ഇപ്പോൾ ഒഴിഞ്ഞുപോയ പ്രദേശങ്ങൾ അവർ ഇതിനോടകം തന്നെ അവരുടെ ഭരണം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു, അവരുടെ അധികാരം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. അവിടുത്തെ പ്രാദേശിക ഈ സേനയുമായി ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 10-25 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ ഹമാസിന്റെ ഒരു കമാൻഡറുടെ മകൻ കൊല്ലപ്പെട്ട വിവരം ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ കൈവിട്ടു പോയ മേഖലകളിൽ ആധിപത്യം വീണ്ടും ഉറപ്പിക്കാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഹമാസിനെ നിരായുധീകരിക്കുക, ഗസയുടെ ഭരണം പുതിയ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നത് ഫലത്തിൽ നടപ്പാകാൻ കഴിയില്ല എന്ന ആദ്യ സൂചന ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞല്ലോ. തീർച്ചയായും കഴിഞ്ഞ 2 ദിവസം കൊണ്ടുള്ള സംഭവവികാസങ്ങളുടെ ഒരു രേഖാചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഇസ്രായേൽ സേന ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് ഹമാസിൻ്റെ പോരാളികൾ, ഹമാസിൻ്റെ ഈ സായുധ സംഘ അംഗങ്ങൾ ലോക്കൽ ക്രമസമാധാന നില നോക്കി നടത്തുന്ന രംഗത്തേക്ക് മാറിക്കഴിഞ്ഞു എന്നതാണ് വാസ്തവം. അങ്ങനെ ഒരു പദ്ധതിയേ ഉണ്ടായിരുന്നില്ല ട്രംപിൻ്റെ സമാധാന പദ്ധതിയിൽ. താൽക്കാലിക ഭരണകൂടത്തിൽ, ഇത് ഭരണകൂടമൊന്നുമല്ല, താൽക്കാലിക അറേഞ്ച്മെൻറ്റിൽ പോലും ഒരു പീസ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു വിഭാഗം, ഒരു സമാധാന സേന, ഇതിലൊന്നും ഹമാസിന് പങ്കാളിത്തമില്ല എന്ന് ഓർക്കണം. അപ്പോൾ 5 ഖണ്ഡങ്ങളാണ് ഗാസയ്ക്കുള്ളത്. ഈ 5 ഇടത്തേക്കുമായി ഏതാണ്ട് 7000-ഓളം ഹമാസിൻ്റെ ഭടന്മാരെ വിന്യസിച്ചു കഴിഞ്ഞു ഓൾറെഡി. അത് തടയാൻ സമാധാന ദൗത്യ സംഘത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഘം തന്നെ അവിടെ ചുമതല ഏറ്റെടുത്തതായി ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ ഒരു സംഘം താൽക്കാലിക കൺട്രോൾ ഏറ്റെടുത്തതായി ഒരു വിവരവുമില്ല. അതിനർത്ഥം ഇപ്പോഴും ഗാസയുടെ മണ്ണിനെ ഡീഫാക്ടോ കൺട്രോൾ ചെയ്യുന്നത് ഹമാസും ഹമാസിനോട് ചേർന്ന് നിൽക്കുന്ന ശക്തികളുമാണ്. അതുകൊണ്ടാണ് സമാധാന പ്രക്രിയ മുന്നോട്ട് പോകണമെങ്കിൽ 2ാം ഘട്ടം ചർച്ച തുടരണം. ആ 2ാം ഘട്ടം ചർച്ചയിൽ ഏറ്റവും അധികം കീറാമുട്ടിയായി നിൽക്കാൻ പോകുന്നത് ഈ ടെക്നീഷ്യൻസിൻ്റെ ഒരു സമിതി. ആ സമിതിയെ ആര് നിയന്ത്രിക്കും, ആര് നിയോഗിക്കും, ആരാണ് ആ പേരുകൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്? ഇവിടെയാണ് അറബി സേനകൾക്ക് അവിടെ ഒരു പങ്കുണ്ട്. അറബി ദൗത്യ സേന അവിടെ, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ സേന ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ അറബി സേന. ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് അറബി സുരക്ഷാ സംവിധാനം ഉണ്ടായില്ല എങ്കിൽ നിരായുധീകരണ പ്രക്രിയയോ അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയോ ഒന്നും തന്നെ ഹമാസിനെ വിട്ടുകൊണ്ട് മറ്റൊരു സമിതിക്ക് ഉണ്ടാക്കാനാവില്ല. അതുമാത്രമല്ല, ഹമാസ് ഒരു കക്ഷി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സായുധ സംഘം മാത്രമാണ്. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന ഒന്നിലധികം അനേകം സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങളെല്ലാം തന്നെ പരസ്പരം പോരടിക്കുന്ന ഒരവസരം. ഇപ്പോൾ തന്നെ സമാധാനം അങ്ങോട്ട് ജസ്റ്റ്
വന്നതേ ഉള്ളൂ, വെടിനിർത്തൽ ജസ്റ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ആഭ്യന്തരമായി ഗാസ ഒരിക്കൽ കൂടി ഗാസയിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഗസയുടെ മണ്ട് വീണ്ടും പോവുകയാണെങ്കിൽ കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാനാവും? കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു സമാധാന ദൗത്യം ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷവും ഇതാണ് അവസ്ഥ എങ്കിൽ ഇതെല്ലാം തന്നെ വൃഥാവിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. സന്തോഷ് കുമാർ ഡോക്ടർ, ഇവിടെ നമുക്ക് ഈ ഗസയിലെ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി അവർ നടത്തിയ പോരാട്ടം, അവർ അനുഭവിച്ച ക്ലേശങ്ങൾ, ഇതൊക്കെ നേരിട്ട് കണ്ട ആളാണല്ലോ താങ്കൾ. ഇപ്പോൾ ഈ ബന്ദിമോചനം എന്ന ഈ കരാറിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, അതായത് ബന്ദിമോചനം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു, അതിനുശേഷം ഗസ എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തെ അതിജീവിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഈ ബന്ദിമോചനം കഴിഞ്ഞാൽ ഇസ്രയേൽ സേന, അതായത് ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഇസ്രയേൽ പ്രധാനമന്ത്രി ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ബന്ദിമോചനം കഴിഞ്ഞാൽ വീണ്ടും ഈ ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമ്പൂർണ്ണമായ ഒരു ആക്രമണം വീണ്ടും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഗസയിൽ അവശേഷിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്, അതിജീവനത്തിന് എന്തൊക്കെ സാധ്യതകളാണ് ഡോക്ടർ താങ്കൾ കാണുന്നത്? അത് എത്രത്തോളം ക്ലേശകരമായ ഒരു ഉദ്യമമായിരിക്കും? അവരുടെ മുന്നിൽ പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ, പുതിയൊരു സാഹചര്യം ഈ ട്രംപിൻ്റെ 20 ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ടിട്ടുണ്ടോ താങ്കൾ നോക്കുമ്പോൾ, അവിടുന്ന് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ? ഡോക്ടർ സന്തോഷ് കുമാർ. ആദ്യമായിട്ട് പറയേണ്ടത്, ഇപ്പോൾ ഗസയിലെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഗസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ നീളവും ഒരു 30 കിലോമീറ്റർ അടുപ്പിച്ച് വീതിയുമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അത് ഇപ്പോ ബാക്കിയുള്ള ഭാഗമൊക്കെ ആക്രമിക്കുക മാത്രമല്ല, അതൊക്കെയും ഇടിച്ചു നിരത്തിയിരിക്കുകയാണ്. റഫ എന്ന ഭാഗം നേരത്തെ ഉണ്ടായിരുന്ന ഈജിപ്തുമായി കണക്ട് ചെയ്യുന്ന റഫ എന്ന ഭാഗം ടോട്ടലി ഇല്ല. അതുപോലെ ഖാൻ യൂനിസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഒരു 50% ഇല്ല. ഡേർ എൽബല കഴിഞ്ഞിട്ട് ഗസ പട്ടണം ഇപ്പൊ ഏകദേശം പകുതിയോളം നശിച്ചു കഴിഞ്ഞു, പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, ഈ പറഞ്ഞ ഒരു സംവിധാനവും ഇല്ല, അവിടെ വാസയോഗ്യമല്ല. ഇപ്പൊ അവശേഷിക്കുന്നത് ഏകദേശം ഒരു 20 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ലാൻഡ് സ്ട്രിപ്പിലാണ് ഏകദേശം 2 മില്യൺ ആൾക്കാർ ഇപ്പൊ താമസിക്കുന്നത്. ഈ ബാക്കിയുള്ള സ്ഥലമൊക്കെ റീകൺസ്ട്രക്ട് ചെയ്താലോ, ഇല്ലെങ്കിൽ വീടുകൾ വെക്കുകയോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കൊണ്ടുവന്നാൽ മാത്രമേ സാധാരണ ജീവിതം അവിടെ സാധ്യമാവുകയുള്ളൂ. അതുവരെ ഈ പറയുന്ന ഇപ്പോഴുള്ള ഈ ലാൻഡ് സ്ട്രിപ്പിൽ അവര് ഈ ലോക്ക്ഡ് ആണ്. ലോക്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ എവിടെയും പോകാൻ കഴിയില്ല. കാരണം മുഴുവൻ ഭാഗവും വാസ്തവത്തിൽ ഇപ്പോൾ മുഴുവൻ ഭാഗവും ഇസ്രയേലിന്റെ കയ്യിലാണുള്ളത്. ഇവർക്ക് ഈജിപ്തിലേക്ക് പോകാൻ കഴിയില്ല, ഇസ്രയേലിലേക്ക് പോകാൻ കഴിയില്ല, മെഡിറ്ററേനിയൻ സീയിൽ ഇവിടെ ഒരിടത്തും പോകാൻ കഴിയില്ല. അപ്പം ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്, ബേസിക്കലി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. അവിടെ ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങളും വെള്ളവും വെളിച്ചവും ഈ ആശുപത്രിക്ക് വേണ്ടി ചികിത്സാ സൗകര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും എത്തണമെങ്കിൽ അത് ഇസ്രയേൽ വഴി മാത്രമേ നടക്കുകയുള്ളൂ. ഈവൻ ഫോൺ കണക്ഷൻ പോലും ഇസ്രയേലിന്റെ ഫോൺ കണക്ഷൻ ആണ് ഉള്ളത്. അപ്പൊ അതിൽ മുഴുവൻ അവർ ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിലവില് ഈ പറയുന്ന ഈ യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്നോ, അല്ലെങ്കിൽ പീസ് എന്ന് പറയുന്ന സംഭവം വാസ്തവത്തിൽ വെടിനിർത്തൽ കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുന്നതിനപ്പുറത്തേക്ക് വാസ്തവത്തിൽ അവർ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഈ പരിക്കേൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. ഇപ്പോഴും പല സ്ഥലത്തും വെടിവയ്പ് നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന വെടിവയ്പ് നമ്മളെ ഈ പറയുന്ന നേരിട്ട് നമുക്ക് ഈ വാർത്തയിലൂടെ മറ്റൊന്നും അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോ 2 ഓപ്ഷൻസ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു സംഭവിച്ചിട്ട് ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. അതിന് സമാധാന അന്തരീക്ഷം അതുവരെയെങ്കിലും പുലരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴുള്ള ഈ പറയുന്ന സമാധാന അന്തരീക്ഷം എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത്, ഇവിടെ ഞാനിപ്പോ ജനുവയിലാണുള്ളത്, നമ്മള് ഏറ്റവും വലിയ ചർച്ച തന്നെ നമ്മുടെ സ്ട്രാറ്റജി എടുക്കുമ്പോൾ ഈ പറയുന്ന എമർജൻസി വീണ്ടും വരുമെന്നുള്ള ധാരണയിൽ മാത്രമേ എടുക്കാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള ഈ പറഞ്ഞ അവിടുത്തെ റീഹാബിലിറ്റേഷനും ആൾക്കാരുടെ ഈ പറയുന്ന മാറ്റി താമസിപ്പിക്കലും അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കലും അവർക്ക് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കലും തുടങ്ങിയ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ എപ്പോഴും ഈ പറയുന്ന
ഒരു എമർജൻസി ഉണ്ടാകും എന്നുള്ള ധാരണയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോ രോഗികളെ നോക്കുകയാണെങ്കിൽ ഒരു 80-85% ആൾക്കാരും ഈ പറയുന്ന എല്ല് പൊട്ടിയ ആൾക്കാരും അതുപോലെ തന്നെ തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാരും ആണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഏകദേശമൊക്കെ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഇഞ്ചുറി ആണെങ്കിലും ചെസ്റ്റ് ഇഞ്ചുറി ആണെങ്കിൽ മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. ഇപ്പൊ ഈ ആൾക്കാർക്ക്, ഈ പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു സർജറി വേണമെങ്കിലോ ചികിത്സ വേണമെങ്കിലോ റീഹാബിലിറ്റേഷൻ വേണമെങ്കിലോ എല്ലാം പുതിയ സംവിധാനങ്ങൾ വേണം. ഇപ്പോഴുള്ള ഈ ഒരു 20 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള സ്ട്രിപ്പിൽ 2 ആശുപത്രി മാത്രമാണ് ഉള്ളത്. നാസർ ആശുപത്രിയും അൽ അക്സ ആശുപത്രിയും മാത്രമാണുള്ളത്, ഗവൺമെന്റ് ആശുപത്രികൾ. ബാക്കിയെല്ലാം ഫീൽഡ് ഹോസ്പിറ്റലാണ്, ടെന്റുകൾ നടക്കുന്ന സാധാരണ ഫീൽഡ് ഹോസ്പിറ്റലാണ്. ഈ ഫീൽഡ് ഹോസ്പിറ്റലൊക്കെ ഒരു വലിയ സർജറിക്കോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റേണൽ ഫിക്സേഷനോ പ്ലേറ്റുകൾ ഇടാനോ സ്ക്രൂ ഇടാനോ അങ്ങനെയൊന്നും പര്യാപ്തമായ സംഭവം എമർജൻസി മാത്രമാണ് വാസ്തവത്തിൽ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോ ഈ മറ്റേ ഈ സർക്കാർ ആശുപത്രി 2 ആശുപത്രിയും ഭാഗികമായിട്ടെങ്കിലും നശിച്ചവരെയാണ്. ഞാൻ അവിടെ നാസർ ആശുപത്രി ഉള്ളപ്പോൾ തന്നെയാണ് 2 പ്രാവശ്യം അവിടെ ബോംബ് ചെയ്തത്. ആ ബോംബ് ചെയ്തതിന്റെ ഭാഗമായി അവിടെ ICU ഇല്ലാണ്ടായി. അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ ഒരു മുകളിലത്തെ മുഴുവൻ നിലയും പോയി. അവിടുത്തെ ജീവനക്കാർ മുഴുവൻ കുറെ പേര് മരിച്ചു. അങ്ങനെ ഇതെല്ലാം റീപ്ലേസ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ എത്തിക്കേണ്ടി വരും, എക്യുപ്മെന്റ്സ് എത്തിക്കേണ്ടി വരും, ഇംപ്ലാന്റ്സ് എത്തിക്കേണ്ടി വരും, മരുന്നുകൾ എത്തിക്കേണ്ടി വരും. ഇതിനെല്ലാം ഇസ്രയേൽ ഒരു ഫെസിലിറ്റേഷൻ നടത്തിയില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസ് ആണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഈ ചികിത്സാ സംവിധാനങ്ങളും ബാക്കിയുള്ള റീഹാബിലിറ്റേഷനും അവർക്ക് ജോലി വേറെ ഉണ്ടാക്കി കൊടുക്കലും ഒക്കെ ഉള്ള ഒരു വലിയൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനെ പക്ഷേ അല്ല ഡോക്ടർ ഇതുവരെ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട ഭാഗമായി തോന്നിയത് ഡോക്ടർ, അതായത് ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്, ഇതൊരു പ്രത്യേക വേറൊരു സ്ട്രാറ്റജിയാണല്ലോ ഗസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായി വരിക. താങ്കൾ പറഞ്ഞതുപോലെ ഏത് സമയത്തും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകാം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഗസയിലെ പുനരധിവാസ പ്രവർത്തനങ്ങളായാലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളായാലും നടത്താൻ കഴിയൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഇസ്രയേലിൻ്റെ വാക്കുകളെയോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ 20 ദിന സമാധാന പദ്ധതികളുടെയും പൂർണ്ണാർത്ഥത്തിലുള്ള അത് യാഥാർത്ഥ്യം ആകുന്നതിനെ നമ്മൾ സംശയത്തോടുകൂടി കാണേണ്ടി വരും എന്നല്ലേ? കാരണം ഇപ്പോഴും വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ ഡോക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ക്ലോസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ പറയുന്ന ഹമാസിനെ നിരായുധീകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഹമാസിന്റെയോ ഇല്ലെങ്കിൽ അവിടുത്തെ പലസ്തീൻ ജനതയോ ഒരു പ്രധാനപ്പെട്ട ആവശ്യം PLO ഉള്ള സമയത്ത് തന്നെ ആവശ്യം ഈ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറണമെന്നാണ്. പക്ഷെ ആ രാഷ്ട്രമായി മാറണം. അതുപോലെ തന്നെ ഇസ്രയേൽ ഇനിയും ആക്രമിക്കരുതെന്ന് ഉറപ്പ് നൽകണം. ഈ 2 കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന നിരായുധീകരണം കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ, അല്ലെങ്കിൽ നമ്മളെ പുറത്ത് എപ്പോഴും കുതിര കയറാൻ വരുന്ന, എപ്പോഴും ആക്രമിക്കാൻ വരുന്ന ഇസ്രയേൽ അപ്പുറത്ത് എല്ലാ സന്നാഹങ്ങളും കൂടെ നിൽക്കുകയും ഞങ്ങൾ നിരാലംബരായിട്ട് നിസ്സഹായരായിട്ട് അവരുടെ ആക്രമണത്തെ മാത്രം ഒരു കാര്യവുമില്ലാതെ ഒരു പ്രതിരോധവും ഇല്ലാതെ ഏറ്റുവാങ്ങിക്കുക മാത്രമാണ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. പക്ഷേ ജയിച്ചു നിൽക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പറ്റത്തില്ല. ഈ പറയുന്ന ഹമാസ് ഇപ്പോൾ ഒഴിഞ്ഞു പോകണം, അവരെ ആയുധം വെച്ച് കീഴടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം തീർച്ചയായിട്ടും ഉണ്ട്. ഏറ്റവും വലിയ വൈരുദ്ധ്യം ഈ കാര്യത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഒരു സ്പാർക്ക് ഇനി വരുന്ന കാലഘട്ടം, ഇപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം അത് വെച്ചിട്ട് പൊട്ടിപ്പുറപ്പെടാം. ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഒരു സംഭവം നടത്തിയ വളരെ നല്ല കാര്യമാണെങ്കിൽ പോലും അദ്ദേഹം ഈ പറയുന്ന നോബൽ പ്രൈസോ മറ്റോ ഒക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും. അത് കിട്ടുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കിട്ടില്ല, ഇപ്പൊ കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ പറയുന്ന എപ്പോഴും പിന്മാറാം. അദ്ദേഹത്തിന്റെ നിലപാട് എപ്പോഴും ഈ പറയുന്ന ഒരു ഉറച്ച നിലപാടൊന്നും അല്ല എപ്പോഴും ഉള്ളത്. അപ്പോ അത് പിന്മാറും. അപ്പൊ എന്ന് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ആൾക്കാരുടെ ഏറ്റവും വലിയ ഇതിനുള്ള പ്രതികരണം, അതിഭയങ്കരമായ പ്രതികരണവും ഒരു സമ്മർദ്ദവും കാരണമാണ് ഇസ്രയേലിന് ഇതിന് ഈൽഡ് ചെയ്യേണ്ടി വന്നത്. അമേരിക്ക പറഞ്ഞാൽ പോലും പല പ്രാവശ്യം ഒരു ഈൽഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ ഈൽഡ് ചെയ്യേണ്ടി വന്നതിന്റെ കാര്യം എല്ലാവരും ഒന്നടങ്കം ഈ ഇസ്രയേലിനെ തള്ളിപ്പറയുകയും അവരൊരു റോക്ക് കൺട്രി ആണെന്നും അവര് ഈ പറഞ്ഞ ലോകത്തിന്റെ ഒരു സമാധാന പ്രക്രിയയിലോ ഇല്ലെങ്കിൽ ലോകത്തിന്റെ നിയമങ്ങളെയോ ഒന്നും മാനിക്കുന്നില്ല എന്നും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുവന്ന ഒരു റോക്ക് കൺട്രി ആണെന്നുള്ള പൊതുവെയുള്ള ഒരു വലിയ ഒരു വിലയിരുത്തൽ വന്നതിന് ശേഷമാണ് അവർക്ക് ഈ പറയുന്ന ഇതൊക്കെ ഈ കാര്യം ഇതിൽ സമ്മതിക്കേണ്ടി വന്നത്. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്താനായിട്ട് ഏതെങ്കിലും ചെറിയൊരു ഇൻസിഡന്റ് മതി, അതൊക്കെ ഊതി പെരിപ്പിച്ച് വലുതാക്കിയിട്ട് വീണ്ടും യുദ്ധം തുടങ്ങുകയും അവരെ സംബന്ധിച്ചിടത്തോളം
ഈ പറയുന്ന ഗസയിലെ ബാക്കിയുള്ള ഈ 20 കിലോമീറ്റർ നീളവും ഒരു 10 കിലോമീറ്റർ വീതിയുമുള്ള സ്ഥലത്ത് നിന്ന് ആൾക്കാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ശല്യം ഈ പറഞ്ഞ അവിടെ ബേസിക്കലി അതൊരു ഉന്മൂലനമോ അല്ലെങ്കിൽ ജനോസൈഡോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പറയുന്ന ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റോ ഒക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ആഗ്രഹിക്കുക, കാരണം അവർക്ക് ആ ഒരു ശല്യം അവസാനിപ്പിച്ച് കിട്ടും എന്നുള്ളതാണ് ഈ മനുഷ്യരുടെ ശല്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും തിരിച്ചു വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള, കാരണം 2 പ്രാവശ്യം ഫെയിൽ ചെയ്ത് ഇങ്ങനെ തന്നെയാണ് ഫെയിൽ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ 2 പ്രാവശ്യവും ഈ പറഞ്ഞ പീസ് ടോക്സ് ഫെയിൽ ചെയ്തേക്കുന്നത് ഫ്ലിംസി റീസണിന്റെ കാര്യത്തിലാണ് ഫെയിൽ ചെയ്തേക്കുന്നത്. അത് അതേ ഫ്ലിംസി റീസൺസ് ഇപ്പോ ആരെങ്കിലും ഒരു ഇസ്രായേലി ഭരണം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നടക്കും. ശരി, ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായി ഡോക്ടർ. അതായത് ഏത് സമയത്തും ഈ സമാധാനം എന്നത് പെട്ടെന്ന് ഇല്ലാതാകാം, അങ്ങനെ ലംഘിക്കപ്പെടാം എന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ തന്നെയായിരുന്നു മുൻകാല അനുഭവങ്ങളും താങ്കൾ പറഞ്ഞതുപോലെ. കേണൽ എസ് ഡിന്നി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 ദിന സമാധാന പദ്ധതി വന്നപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുകയാണ്. ഇസ്രായേലിലെ ഒരു പരമോന്നത സിവിലിയൻ പുരസ്കാരം ഡൊണാൾഡ് ട്രംപിനെ തേടിയെത്തുന്നു. ബെസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപിനെ ഇസ്രയേൽ പ്രകീർത്തിച്ചത്. ലോകരാഷ്ട്രങ്ങളുടെ അഭിനന്ദനങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ്. നൊബേൽ സമാധാന സമ്മാനത്തിന് വേണ്ടിയല്ല, 10,000-കണക്കിന് ജീവനുകളുടെ അവർ നഷ്ടപ്പെടുന്നതിലുള്ള വേദന മൂലമാണ് താൻ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഡൊണാൾഡ് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒക്കെ തീരുമാനത്തെ പ്രശംസിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യവുമുണ്ട്, ഇന്ത്യയുമുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇന്ന് അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കേണൽ എസ് ഡിനി ഇപ്പോൾ നടക്കുന്ന ഈ സമാധാന ശ്രമങ്ങളുടെയും ഇപ്പോൾ ഈ ബന്ദിമോചനം അടക്കമുള്ള ആദ്യഘട്ട നടപടികളെയും ഒക്കെ ഇന്ത്യ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്? സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്നതൊരു പ്രഖ്യാപിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്ന ഹമാസിൻ്റെ ഈ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലപാടിനൊപ്പമാണ് ഇന്ത്യ ഉള്ളത്. ഞാൻ ഹമാസിനൊപ്പം എന്നല്ല, പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന ആശയത്തോടൊപ്പമാണുള്ളത്. പക്ഷേ ദ്വിരാഷ്ട്രം എന്നൊരു സങ്കല്പത്തെ തന്നെ അംഗീകരിക്കില്ലെന്നും ഇസ്രായേൽ നിലപാടെടുത്തിരിക്കുന്നു. വേർ ഡു വി സ്റ്റാൻഡ്? എന്താണ് ഇന്ത്യയുടെ നിലപാട്? ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ ഇന്ത്യയുടെ സമീപനം, ഇന്ത്യക്കുള്ള സമീപനം എന്താണ്? നോക്കൂ ശ്രീ ഗോപി, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രൈം മിനിസ്റ്റർ മോദി ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്തിലാണ്. അതായത് ഇസ്രായേൽ ഈ ഹമാസിന്റെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തൊട്ട് തന്നെ നമ്മൾ ഇവിടെ സമാധാനം വേണം എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒക്ടോബർ 7, 2023 ഹമാസ് നടത്തിയ അതിഭീകരമായിട്ടുള്ള ഒരു ഭീകരവാദ അറ്റാക്ക്, അതാണല്ലോ ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസിസ് തുടങ്ങാനുള്ള കാരണം. 1200ഓളം പേര് അവിടെ കൊല്ലപ്പെട്ടു. ധാരാളം സ്ത്രീകൾ അവിടെ പല രീതിയിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ അവരെ അറ്റാക്ക് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ തിരിച്ച് അടിച്ചത്. അപ്പം ആദ്യം നമ്മൾ ഹമാസ് ചെയ്ത ഭീകരവാദി അറ്റാക്കിനെ നമ്മൾ കണ്ടം ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇന്നസെന്റ് ആയിട്ടുള്ള പലസ്തീനിയൻസ് മരിച്ചു വീണപ്പോൾ അതും നമ്മൾ കണ്ടം ചെയ്തിരുന്നു. അതായത് നമ്മളെ സംബന്ധിച്ചോളം ഇസ്രായേൽ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. നമ്മളെ ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും പലസ്തീനിന് അതേപോലെ നേരത്തെ ശ്രീ ഗോപി പറഞ്ഞ പോലെ നമ്മൾ ഒരു 2 സ്റ്റേറ്റ് എന്നുള്ളത് നമ്മളെ ഒരു സ്റ്റേറ്റഡ് പോളിസിയാണ്. അതായത് പലസ്തീനും വേണം, ഇസ്രായേലും വേണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ പലസ്തീനിയനിൽ തീർച്ചയായിട്ടും സാധാരണക്കാർ മരിക്കുമ്പം അത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ആ കാലാകാലങ്ങളിൽ നമ്മൾ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയാലും ശരി, പല രീതിയിലുള്ള ഡയലോഗ്സ് ആയാലും അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പലസ്തീന്റെ ഉള്ളിൽ നമ്മൾ ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ് എന്നുള്ള രീതിയിൽ മെഡിസിൻസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 75 മെട്രിക് ടൺസ് ഒക്കെ നമ്മൾ ഓൾറെഡി മെഡിസിൻസും മറ്റു സപ്ലൈസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മളൊരു സ്റ്റാൻഡ്. അതായത് ഭാരതം എക്കാലവും നിന്ന സ്റ്റാൻഡിൽ തന്നെ ഇസ്രായേലും പലസ്തീനും കോ എക്സിസ്റ്റ് ചെയ്യണം, രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. അല്ല, പക്ഷേ ഇസ്രായേലിനോട് മമത പുലർത്തുന്ന, ഇസ്രായേലിനോട് പക്ഷപാതപരമായ നിലപാടുകളുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്ന വിലയിരുത്തലുമുണ്ട്. അല്ല, അത് ഒരു ഒപ്പീനിയനാണ്, അതൊരു അഭിപ്രായമാണ്. അതായത് നമ്മളൊരു ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ. പക്ഷെ എല്ലാ കാര്യത്തിലും അങ്ങനല്ലല്ലോ. ഇപ്പൊ നോക്കൂ, ഖത്തറിന്റെ മേളിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരുന്നു. അത് നമ്മൾ ആദ്യം കണ്ടം ചെയ്തിരുന്നല്ലോ, അത് ശരിയല്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ തന്നെ ഇപ്പൊ അതിന് മാപ്പ് പറഞ്ഞില്ലേ. അപ്പൊ അത് ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും ഭാരതം അങ്ങനെ എല്ലാ സപ്പോർട്ടും അങ്ങനെ കൊടുക്കാറില്ല. അഫ്കോഴ്സ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം നമ്മളെ വളരെ അടുത്തൊരു സുഹൃത്ത് തന്നെയാണ്. നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ ഉള്ളപ്പം ഇസ്രായേൽ നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കാര്യത്തിനും വളരെ സശ്രദ്ധം സസൂക്ഷ്മമാണ് നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒക്കെ അഭിനന്ദിക്കുമ്പോൾ തന്നെ
ഇപ്പോൾ ഈജിപ്തിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി പോകുന്നില്ല, വിദേശകാര്യമന്ത്രി പോകുന്നില്ല, വിദേശകാര്യ സഹമന്ത്രിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അവിടുത്തെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി, കാരണം അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധം പഴയതുപോലെയല്ല, അതിലൊരു സൂക്ഷ്മതയും ശ്രദ്ധയും കരുതലും അകൽച്ചയും ഒക്കെ ചേർന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധമായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം പലസ്തീൻ്റെ കാര്യത്തിൽ എന്നതിലൊക്കെ ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടും വളരെ കെയർഫുള്ളായിട്ടും ആണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അവിടെ ഈ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന ആശയത്തെ അംഗീകരിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യക്ക് ഈ ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കും എന്നതൊരു പ്രതിജ്ഞയായി കൈക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ എങ്ങനെയാണ് പ്രശംസിക്കാൻ കഴിയുക? എങ്ങനെയാണ് പൂർണ്ണമായി ഇസ്രയേലിനെ അന്ധമായി പിന്തുണയ്ക്കാൻ കഴിയുക? ഇനിയും നേരത്തെ ഡോക്ടർ സന്തോഷ് കുമാർ സാറൊക്കെ പറഞ്ഞതുപോലെ ഏത് നിമിഷവും അവിടെ വീണ്ടും ഒരു ആക്രമണം പൊട്ടിപ്പുറപ്പെടാം എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഈ അകലം പാലിച്ചു നിൽക്കാൻ കഴിയുമോ? നോക്കൂ ശ്രീ ഗോപി, നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഇത് രണ്ട് പക്ഷവും, ഇസ്രായേൽ ആയാലും ശരി ഹമാസ് ആയാലും, അവർ മാക്സിമലിസ്റ്റിക് പൊസിഷനാണ് എടുത്തിട്ടുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും എന്നുള്ള രീതിയാണ്. ഹമാസിനെ സംബന്ധിച്ചോളം ഹമാസിന്റെ ചാർട്ടറിൽ ആദ്യം എഴുതി വെച്ചേക്കുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ അത് രണ്ടും അവരവരുടെ സ്റ്റേറ്റഡ് പോളിസീസ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഹമാസ് എന്നുള്ള സംഘടനയല്ല, നമുക്ക് പലസ്തീനിൽ നിന്നുള്ള ഒരു ആ ജനതയോടാണ് നമ്മളെ ആ ഒരു ഐക്യദാർഢ്യം, അത് അവരോടാണ്. അല്ലാതെ ഹമാസ് എന്നുള്ള ഒരു സംഘടനയല്ല. ഹമാസ് ചെയ്ത കാര്യങ്ങൾ ഭീകരവാദ പ്രവർത്തനമാണ് എന്നുള്ളതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ല. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇപ്പൊ ഈ ഒരു പീസ്, നേരത്തെ ശ്രീ ഡോക്ടർ സന്തോഷ് പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ എനിക്കൊരു വിയോജിപ്പുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരു സോൾജർ ചത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അതൊരു ഫ്ലിംസി റീസൺ ആണ്. അങ്ങനല്ല. ഇപ്പൊ നോക്കൂ, ഈ ഒരു ക്രൈസിസ് തന്നെ നമ്മൾക്കറിയാം. ഇന്നിപ്പം ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ പാർലമെന്റിൽ വരെ വീണ്ടും അബ്രഹാം അക്കോർഡിനെ കുറിച്ചും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചു. അതായത് അവിടെ സമാധാനം ആ മിഡിൽ ഈസ്റ്റിൽ വേണമെന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ഈ ഒക്ടോബർ 7th അറ്റാക്ക് നടന്നത്. അപ്പൊ ആ രീതിയിൽ ആരാണ് അവിടെ സമാധാനം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്? ആർക്കായിരുന്നു അത് ആവശ്യം? നമുക്കറിയാം പല കാര്യങ്ങളും അതിന്റെ ബാക്കിലുണ്ട്. ഇറാന്റെ ഭാഗത്തുള്ള റോളുണ്ട്, ഹെസ്ബുല്ല, ഹുത്തീസ്, ഹമാസ്, അങ്ങനെയുള്ള ഒരു ആക്സിസ് ഓഫ് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെയും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള കാര്യമല്ല പോകുന്നത്. ഇപ്പൊ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഗാസയെ പോലുള്ള ഒരു സ്ഥലത്ത് ഹമാസിന്റെ ലീഡർഷിപ്പ് ഇല്ലാത്തൊരു സ്ഥിതിയാണ്. അവിടെ ഒരു ലീഡർഷിപ്പും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും താഴെ തട്ടിൽ, ഏറ്റവും മേളിൽ നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോൾ ഏറ്റവും താഴെ തട്ടിൽ അത് ഇംപ്ലിമെന്റ് ആവണമെന്നില്ല. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണ് പതുക്കെ ഡീഎസ്കലേറ്റ് ആവത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ പോലും നോക്കും, നമ്മൾ സീസ് ഫയർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതുപോലത്തെ ഒരു അറ്റാക്ക് നടത്താനൊക്കെ ഉള്ള ശ്രമം നടത്തി. അപ്പൊ ഇതൊരു ഒരു വാറിന്റെ നേച്ചറാണ്. അതൊന്ന്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ റെസ്പോൺസിബിലിറ്റി രണ്ട് ഭാഗത്തുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്ത് മാത്രമല്ല, ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചടി കിട്ടും, അതിനകത്ത് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് അവരുടെ ഡിസാർമമെന്റ് ചെയ്യണം എന്ന് പറയുന്നത്. അവിടാണ് ഇനി വരാൻ പോകുന്ന ഒരു നെക്സ്റ്റ് ഫേസ് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് മാറുന്നത്. അതിനകത്ത് ഒരു റിപ്പോർട്ട് ഇന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നു വെച്ചാൽ, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇസ്രയേലും സൗദിയും UAEയും ജോർഡനും ഈജിപ്തും US ഇവരെല്ലാം കൂടെ ചേർന്ന ഒരു സെക്യൂരിറ്റി സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നിരന്തരമായിട്ട് ഇന്റലിജൻസും എങ്ങനെയാണ് ആക്ഷൻ എടുക്കേണ്ടതെന്നുള്ള കുറിച്ച് നടന്നിരുന്നു. ടണൽ വാർഫെയറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ടണൽ വാർഫെയറിനെ കുറിച്ച് എന്തൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ധാരണ ഈ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് ഖത്തറും ഉണ്ട് അതിനകത്ത്. അപ്പൊ ഖത്തർ പോലുള്ള ഒരു രാജ്യത്തിനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ട് പോലും ഖത്തർ ഇപ്പം മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു പീസിലേക്ക് വന്നത്. അപ്പം എനിക്ക് മനസ്സിലാവുന്നത്, ഈ ഭീകരവാദം എന്നുള്ളൊരു കാര്യം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യവും അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഈ ഹമാസ് എന്നുള്ള ആ ഒരു സംഘടനയുടെ ആയുധം വെച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവിടെ പലസ്തീൻ അതോറിറ്റി എന്നുള്ള ആ സംഘടനയ്ക്ക് അവർ മുൻതൂക്കം കൊടുക്കുകയും ഒരു അഡ്ഹോക് കമ്മിറ്റി പോലത്തെ അത് എങ്ങനെ വരും, ആരൊക്കെയായിരിക്കും അതിന്റെ ഭാഗമെന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസിംഗ് ഫോഴ്സ് എന്നാണ് അവർക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളിലെ ഫോഴ്സസ് കാണും, അവരുടെ മാൻഡേറ്റ് എന്താണ്, അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം വന്നാൽ മാത്രമേ അവിടെ ആദ്യത്തെ ലെവലിലേക്കുള്ള ഒരു പീസ് വരും. കാരണം അവിടെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോളോ ലോ ആൻഡ് ഓർഡറോ ഇല്ല ഇപ്പം. അവിടെ അതാണ് അതിന്റെ അവസ്ഥ. കാരണം ധാരാളം നഷ്ടങ്ങളും വൻ തകർച്ച നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഗാസ. അതിനകത്ത് ഒരു സംശയമില്ല. ഏകദേശം 70-80% ഇൻഫ്രാസ്ട്രക്ചർ തകർന്നു കഴിഞ്ഞു. അവിടെ വെളിച്ചമില്ല, വെള്ളമില്ല, ബേസിക് അമ്യൂണിറ്റീസ് ഇല്ല, ഇതൊന്നുമില്ല. അപ്പൊ ഇതൊരു തകർന്ന് കിടക്കുന്ന സംവിധാനത്തിന് ഈ ഇപ്പം നടക്കാൻ പോകുന്ന ഈജിപ്ത് നടക്കാൻ പോകുന്ന രാജ്യങ്ങളെല്ലാം കൂടെ, ഭാരതം ഉൾപ്പെടെ,
അതിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു പ്രൈം ഫോക്കസ് ഭാരതത്തിന്റെ പലസ്തീനിയൻ ജനതയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം ഇസ്രയേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഭീകരവാദ അറ്റാക്ക് നടക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ അത് കാണും എന്ന് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയാം. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, ഇസ്രയേൽ ആക്രമിക്കപ്പെടുകയും തിരിച്ച് ഇസ്രയേൽ ഗസയിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിലുമൊക്കെ ഈ രാജ്യത്തിനകത്തും കേരളത്തിനകത്ത് പോലും എങ്ങനെയാണ് ഇസ്രയേൽ അനുകൂലികളെന്നും പലസ്തീൻ അനുകൂലികളെന്നും ചേരിതിരിഞ്ഞ് ഈ വിഷയത്തിൽ നിലപാടുകൾ അറിയിക്കുകയും പരസ്പരം പോർവിളികൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലടക്കം. ഇന്നിപ്പോൾ സമാധാനത്തിൻ്റെ ഒരു വെള്ളപ്പതാക ഇരു രാജ്യങ്ങളിലും പാറുന്നുണ്ട്. പക്ഷെ അത് എത്ര നാൾ എന്ന ഒരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക, പുതിയൊരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ ഒരു ചോദ്യം പ്രബലമായി നിൽക്കുന്നത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന അവിടുത്തെ ജനതയുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുന്ന, അതിനുവേണ്ടി പടപൊരുതുന്ന, അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു സേനയായി ഹമാസിനെ കാണാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ തന്നെ അവിടുത്തെ പ്രാദേശിക സായുധ സംഘങ്ങളുമായി ഹമാസ് ഏറ്റുമുട്ടലിലാണ്. അവരുപയോഗിക്കുന്ന, അതായത് പ്രാദേശിക സായുധ സംഘങ്ങൾ ഉപയോഗിക്കുന്നതാകട്ടെ ഇസ്രയേലിൻ്റെ ആയുധങ്ങളും. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹമാസ് എന്നത് പലസ്തീൻ ജനതയെ സംരക്ഷിക്കാനുള്ള ശക്തിയാണോ അതോ അവരെ കൊലയ്ക്ക് കൊടുക്കാനുള്ള ഒരു ശക്തിയാണോ, സേനയാണോ എന്ന ഒരു സംശയം അവിടെ നിലനിൽക്കില്ലേ? ഹമാസിനെ നിരായുധീകരിക്കുക, പുതിയ ഭരണക്രമം കൊണ്ടുവരിക എന്നതൊക്കെ നിലവിലെ പലസ്തീൻ യാഥാർത്ഥ്യത്തിൽ എത്രത്തോളം സംഭവ്യമാകുന്ന കാര്യങ്ങളാണ്? ഇപ്പോഴുണ്ടായിരിക്കുന്ന സമാധാനത്തിന് ശാശ്വതമായ ഒന്നായി മാറാൻ കഴിയുമോ? ആദ്യം തന്നെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ എൻ്റെ പ്രാർത്ഥന ഒന്നും ഫലിക്കാൻ പോകുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ 20 പോയിന്റ് പ്രോഗ്രാമൊക്കെ പഠിച്ചു നോക്കിയിട്ടുണ്ട്. ഇതിൽ അമേരിക്കയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത്. അമേരിക്ക എവിടെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്, ഈ ഡൊണാൾഡ് ട്രംപ് ഉദാഹരണമായിട്ട് യുക്രൈന് എതിരായിട്ട് ഇന്ന് 1500 കിലോമീറ്റർ ദൂരത്തിൽ പോകുന്ന പൊളാറിസ് മിസൈലുകൾ കൊടുത്തിരിക്കുകയാണ്. ഇത് യുക്രൈന് കൊടുത്തിരിക്കുകയാണ് റഷ്യക്കെതിരായിട്ട്. ഇപ്പുറത്തെ ഭാഗത്ത് സ്ത്രീകളെ റോട്ടിലോട്ട് വലിച്ചെല്ലുന്ന താലിബാനുമായിട്ട് കരാറുണ്ടാക്കിയിരിക്കണം. മനസ്സിലായില്ലേ? അതിപ്പോൾ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് നല്ലൊരു നടപടിക്രമമല്ല അവരായിട്ട് താലിബാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അതേമാതിരി തന്നെ നമുക്കറിയാം സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിക്കുക ഇറാനിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിക്കെതിരായിട്ടൊക്കെ. അപ്പോൾ അമേരിക്ക ഹിന്ദു എന്ന് എഴുതിയിരിക്കണമെന്നറിയാം. അമേരിക്ക ക്യാൻ ഇറ്റ് ബി എ ഹോണസ്റ്റ് ബ്രോക്കർ ഓർ ഇറ്റ് എ പാർട്ടിസൺ പേട്രിയാർക്ക് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പാർട്ടിസൺ പേട്രിയാർക്ക് പോലീസ്മാനായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇസ്രായേലിലോട്ട് വരാം. നേരത്തെ ഡിനി പറഞ്ഞത് 100% കറക്റ്റാണ്. രണ്ടുപേരും പറയുന്നത് അനിഹിലേഷൻ തിയറിയാണ്. ദി ഇസ്രായേലി സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു എക്സിസ്റ്റ്, ദി പാലസ്റ്റൈൻ സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു എക്സിസ്റ്റ് എന്ന് രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞത് ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ ഇപ്പോൾ ആകെ പ്രശ്നത്തിൽ പെട്ടിടക്കുകയാണ്. കാരണം ഇസ്രായേലിനെ അനുകൂലിച്ചിരുന്ന ജർമ്മനിയും ഫ്രാൻസും അടക്കം ലോകത്തിലെ 145 അങ്ങാണ്ട് രാഷ്ട്രങ്ങൾ അവരിപ്പോൾ ഇസ്രായേലിനെതിരായിട്ട് നീങ്ങിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അത് ഓരോരോ രാജ്യത്തും ഇപ്പോൾ ഭയങ്കരമായിട്ട് അവിടെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരായിട്ട്. വേറെ ഒന്നുമല്ല, ഈ ജനോസൈഡിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മുൻപ് ഹമാസിനോടുണ്ടായിരുന്ന വിരോധം ജനങ്ങളിൽ കുറഞ്ഞു. അതിൻ്റെ അർത്ഥം ഹമാസ് തിരിച്ചു വരും എന്നല്ല. അപ്പോൾ ഇത് ഞാൻ വേറൊരു കാര്യം പറയാം. അമേരിക്കയുടെ മുൻപത്തെ ഉടമ്പടി നിങ്ങൾക്കറിയാലോ, ഓസ്ലോ ഉടമ്പടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും അന്നത്തെ പ്രസിഡന്റും, മനസ്സിലായില്ലേ, പിന്നെ ഇറ്റ്സാഖ് റാബിനും യാസർ അറാഫത്തും കൂടെയാണ് ഒപ്പിട്ടത്. അത് ജിമ്മി കാർട്ടറാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ. ജിമ്മി കാർട്ടർ അല്ല, അതിന് ശേഷം ആരൊന്നും ഓർമ്മയില്ല. ജിമ്മി കാർട്ടർ എനിക്ക് തോന്നുന്നു മുമ്പത്തെ ക്യാമ്പ് ഡേവിഡിലാണ് ഒപ്പിട്ടത്. ഏതായാലും ഒരു അമേരിക്കൻ പ്രസിഡന്റ്. ഈ രണ്ട് ഒത്തുതീർപ്പിൽ എന്തുണ്ടായി? ക്യാമ്പ് ഡേവിഡോടുകൂടി ഈജിപ്റ്റ് ഔട്ടായി അറബ് വേൾഡിൽ നിന്ന്. ഈ ഓസ്ലോ ഉടമ്പടിയോടുകൂടി എന്ത് പറ്റിയെന്നറിയോ? ഇറ്റ്സാഖ് റാബിനെ വെടിവെച്ചു എന്ന് ഇസ്രായേലുകൾ തന്നെ. ഇസ്രായേൽ. അപ്പോൾ ഈ അത്തരത്തിലുള്ള തീവ്രവാദ ചിന്തകൾ വെച്ചിരിക്കുന്ന രണ്ട് ഫാക്ഷൻസ്, അതായത് ഹമാസും ഇപ്പുറത്തെ ഭാഗത്ത് ഇസ്രായേലും, രണ്ടും ഒരു ഫാസിസ്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറബ് ലോകത്ത് അറബ് രാഷ്ട്രതലവന്മാർ പറയണ മാതിരിയല്ല, അറബ് ലോകത്ത് ഹമാസിന് സപ്പോർട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? പലപ്പോഴും അവിടുത്തെ രാഷ്ട്രതലവന്മാർ പലസ്തീനെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒത്തുതീർപ്പിൽ എവിടെയാണ്, വേർ ഇസ് ദ റോഡ്, ദുരാഷ്ട്ര ഇതിലോട്ടുള്ള വഴി ഏതാണ്? വേർ ഇസ് ദ വേ ടു ദ ടു നേഷൻ തിയറി? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, മൗണ്ട് ബാറ്റൻ വന്നിട്ട് മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ കഷ്ണമാക്കി പാകിസ്ഥാനും ഇന്ത്യനെ വേറാക്കിയില്ല. ഇവരെത്ര കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് രാഷ്ട്രം ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ പലസ്തീന് രാഷ്ട്രം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മറ്റ് അനിഹിലേഷൻ തിയറി അവർ ഒഴിവാക്കുകയും വേണം. ദാറ്റ് ഇസ്രായേൽ ഡസ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു എക്സിസ്റ്റ് എന്നുള്ള തിയറി ഏകദേശം ഇപ്പോൾ ഒരു കാര്യം പറയാം, ഒട്ടുമുക്കാൽ അറബ് രാഷ്ട്രങ്ങളും ഇതിൽ നിന്ന്. പിന്നെ ഹമാസിന് വേറെ വിജയം ഉണ്ടായിട്ടുണ്ട്. എന്നറിയോ?
ഞാൻ ചോദിക്കട്ടെ, ആറ്റം ബോംബ് ഇട്ടപ്പോൾ ഇത്ര അധികം ആൾക്കാർ മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശത്തിൻ്റെ അടുക്കപ്പറ്റിയാണ് മരിച്ചിട്ടുള്ളത്, 100,000 അതിൻ്റെ അടുക്കപ്പറ്റിയാണ് മരിച്ചിട്ടുള്ളത്, ഹിറോഷിമയിലും നാഗസാക്കിയിലും വേറെയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത്രത്തോളം ജനങ്ങളെ കൊരുതി കൊടുത്ത ജനങ്ങൾ ദേ ആർ റെഡി ടു ഫൈറ്റ്. എന്നിട്ടും ഹമാസിന് അവിടെ നിന്ന് ഡിസ്ലോജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടും IDF, ഇത്രയും വലിയ സീക്രട്ട് സർവീസ് എന്ന് പറയുന്ന IDFന് ഇപ്പോൾ അവർ സറണ്ടർ ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുക. അതിൻ്റെ അടുത്ത് അവർ അംഗീകരിച്ചെന്നുള്ളേ. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ആരെങ്കിലും ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ നമ്മളവർക്ക് പണം കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുന്നതിന് തുല്യമായിട്ടല്ലേ ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഹമാസിന് ആ ഒരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഉടമ്പടിയിൽ അവർ വരുമ്പോൾ അവർ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. അതിലൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ്. അതായത് അവർ അതായത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ വെർസൈൽസ് ട്രീറ്റിയുമായിട്ട് ഒരു ക്ലോസ് ആയിരിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് സറണ്ടർ ഓഫ് ജപ്പാൻ എന്ന് പറഞ്ഞ മാതിരി അതുമാതിരിയുള്ള ഒരു യൂണിലാറ്ററലായിട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ ഇവർ അവിടെ നിന്ന് ഒഴിയൂല. എന്തായാലും റീസൺസും കൂടെ പറയാം, പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തീർത്തുതരാം. സാധാരണ ഇപ്പോൾ ജപ്പാൻ പരാജയപ്പെട്ടപ്പോഴും ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ അവർക്ക് ഓടിപ്പോകാൻ സ്ഥലമൊന്നുമില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവർക്ക് സിമ്പതൈസേഴ്സ് ഉണ്ട് എല്ലാ സ്ഥലത്തും. ഒരുപാട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇവർക്ക്. ഇവർ പല രാജ്യങ്ങളിലായിട്ടാണ്. അതാണല്ലോ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്, ഇവരെ ഗസ അങ്ങോട്ട് ഒഴിപ്പിച്ചിട്ട്, ആദ്യത്തെ പ്ലാൻ അനുസരിച്ചിട്ട് അമേരിക്ക പറഞ്ഞ ഇവരെ ഒഴിപ്പിച്ചിട്ട് ഇവരെ പല സ്ഥലങ്ങളിലും കുടിയേർത്താം. എന്ത് വിട്ടിത്തരമാണ്? അങ്ങനെ തന്നെയല്ല UN പറഞ്ഞിരുന്നത്. ഇസ്രായേലിൻ്റെ ഈ ജൂത പ്രശ്നം 1945 ഹിറ്റ്ലർ കൊണ്ടുവന്നപ്പോൾ അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് UN പറഞ്ഞത് യുഗാണ്ടയിലോ അല്ലെങ്കിൽ എന്താ പറയുക മഡഗാസ്കറിലോട്ട് ഇവരെ മാറ്റാമെന്നാണ്. അതിന് പകരമായിട്ടാണ് ഇവരെ കൊണ്ടുവന്ന് പലസ്തീനിലാക്കിയത്. ഇപ്പം എന്താ ഇവർ പറയുന്നത്? പലസ്തീനിലായിട്ടുള്ള ആൾക്കാരെ പിടിച്ച് അവിടെ നിന്ന് തിരിച്ച് വേറെ സ്ഥലത്തോട്ട് വിടണമെന്ന്. അപ്പോൾ ഇറ്റ് ഇസ് എ റിയൽ പൊളിറ്റിക്സ് ആൻഡ് ആ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അതിൽ ഇന്ത്യക്ക് വലിയ റോളൊന്നുമില്ല. ഇന്ത്യ അവിടെയൊക്കെ ചെന്ന് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം രണ്ടുപേരായിട്ടുള്ള ഒരാൾ പെർപ്പച്വൽ ഫ്രണ്ടാണ്. അറബ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവരുടെ പെർപ്പച്വൽ ഫ്രണ്ടാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരെ ന്യൂലി ഫൗണ്ട് ഫ്രണ്ടാണ്. അത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ നിലക്കാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. ആ വിഷയം ഞാൻ ഫൈനലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഈ ഒത്തുതീർപ്പ് നിലനിൽക്കും. അല്ല, ഈ ഒത്തുതീർപ്പ് നിലനിൽക്കുമെന്ന് പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഹമാസിനെ ഗസയിൽ നിന്ന് തുടച്ചു നീക്കും എന്നത് ഒരു പ്രഖ്യാപനമായി, ഒരു പ്രതിജ്ഞയായി എടുത്തിട്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ ബന്ദിമോചനം എന്ന ആദ്യഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല എന്ന് ആര് കണ്ടു? അതിൽ നെതന്യാഹു പരാജയപ്പെട്ടു. 2 കൊല്ലമായിട്ട് ഇവരെ തുടച്ചു വെക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവരെന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ നേരത്തെ നമ്മുടെ ഡിന്നിയാണോ അതോ നമ്മുടെ സന്തോഷ്, നമ്മുടെ സുഹൃത്ത് സന്തോഷ്, അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഞാൻ ഇവിടെ. എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം അവിടെ പോയി ഫൈറ്റ് ചെയ്യുന്നു നമ്മളോട് ഡയലോഗ് അടിക്കുമ്പോൾ. അവിടെ നമ്മളിപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കണ്ണൂരിനും കോഴിക്കോടിനും ഇടയിൽ ഒരു സ്ട്രിപ്പ് 100 കിലോമീറ്റർ എന്ന് പറയാം. ഈ 100 കിലോമീറ്ററിൽ ഇത്രയധികം ആൾക്കാരുണ്ട്. അത് ഇടിച്ച് ബോംബിട്ട് കൊന്നിട്ടുണ്ട്. എല്ലാ നിലക്കും ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങളൊക്കെ ഇവർക്കെതിരാണ്. എന്നിട്ട് എന്ത് പറ്റി? ഇവരെന്താ പിടിക്കാം? ദാറ്റ് മീൻസ് IDF പ്രൂവ്ഡ് ടു ബി ഇമ്പോർട്ടൻറ്റ്. IDFന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ഇത്രയും കൊല്ലം ഞാൻ ചോദിക്കട്ടെ, ഇവർ കൊട്ടിഘോഷിക്കുന്ന വാർസോ ഗെറ്റോ 2ാം ലോക മഹായുദ്ധത്തിനിടയിൽ ഹിറ്റ്ലർ എത്ര ദിവസം കൊണ്ടാണ് തൂത്ത് ഇതിലാക്കിയത്? മനസ്സിലായില്ലേ? വാർസോ പട്ടണത്തിൻ്റെ ഉള്ളിൽ ജൂതന്മാരെ കുഴിച്ചുവിട്ടിരുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ പേരാണ് വാർസോ ഗെറ്റോ എന്ന്. അപ്പോൾ അത് ഹിറ്റ്ലർ എത്ര ദിവസം ഇവർക്ക് പറ്റിയല്ലോ. ദാറ്റ് മീൻസ് IDF ഇസ് എ ടോട്ടൽ ഫെയിലിയർ ഈ യുദ്ധത്തിൽ, ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ അമേരിക്കൻ ആംസ്. അപ്പോൾ ആ നിലക്ക് ഹമാസ് ഒരു തീവ്രവാദി സംഘടന തന്നെയാണ്. ഞാൻ തെറ്റിദ്ധരിച്ചു വരുന്നത്, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിട്ടുപോകും സംസാരത്തിൽ. അപ്പോൾ ഹമാസ്, പക്ഷേ അതിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ പാലസ്തീൻ അതോറിറ്റിയാണ് അവിടുത്തെ ശരിക്കുള്ള അതോറിറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ മുഹമ്മദ് അബ്ബാസാണ് അവിടുത്തെ പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിനെതിരെ. പക്ഷേ ഇവരിപ്പോൾ അങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ താലിബാനായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി, മനസ്സിലായി? ഒത്തുതീർപ്പുണ്ടാക്കിയില്ലേ താലിബാനായിട്ട്? അപ്പോൾ അതേമാതിരി പലരായിട്ട് ഒരു അമേരിക്ക ഒത്തുതീർപ്പുണ്ടാക്കിയില്ലേ? അപ്പോൾ അതേമാതിരി അമേരിക്ക പോയിട്ട് ഒത്തുതീർപ്പുണ്ടാക്കണം ഹമാസായിട്ട്. അല്ലാതെ ഇതിനൊരു പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ഈ ഹമാസിന്റെ നിരായുധീകരണം എന്ന ഒരു ആശയം പറഞ്ഞപ്പോൾ തന്നെ ഹമാസ് പ്രതികരിച്ചല്ലോ. ഈ ട്രംപിന്റെ ഈ 20 സമാധാന പദ്ധതിയിലെ ഈ നിർദ്ദേശങ്ങളൊക്കെ ദോസ് ആർ ക്വൈറ്റ് ആബ്സെന്റ് എന്നാണല്ലേ പറഞ്ഞത്, വളരെ അസംബന്ധമാണ് എന്ന് ഹമാസ് ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ. അത് ഉറപ്പല്ലേ എൻ്റെ ഗോപി, അവരാരും സമ്മതിക്കും? അവർ ആത്മഹത്യ സമ്മതിക്കും? അതായത് ഞങ്ങളങ്ങനെ പോയിട്ട് ആയുധം വെച്ച് കീഴടങ്ങാൻ, അങ്ങനെയാണെങ്കിൽ അവർ ഈ യുദ്ധത്തിന് നിൽക്കില്ലല്ലോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദേശ് ബനാ ഹെ ഷഹീദോं के खून से എന്ന് ഇന്ത്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഷഹീദോं का खून से,
അത് ഭഗത് സിംഗിൻ്റെയും അതുമാതിരിയുള്ള കുറേ കഥാപാത്രങ്ങളാണെന്ന് തോന്നുന്നുണ്ട് ഇവർ. മനസ്സിലായി, അതിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റൂല. ഇവർ തീവ്രവാദികളാണ്, ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ബിലീവ് ചെയ്യുന്നതാണ്, ഇവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് ജനാധിപത്യവും മറ്റുള്ള കാര്യങ്ങളല്ലല്ലോ വരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ വരുന്നത് ആരാണ് ഇവർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യണത്? അതായത് ഇൻ എ സൂയിസൈഡ് മിഷൻ. ഞാൻ ചോദിക്കട്ടെ, ജപ്പാൻ കമിക്കാസി ഉപയോഗിച്ചില്ലേ അമേരിക്കക്കെതിരായിട്ട്? സൂയിസൈഡ് ബോംബേഴ്സ്, മനസ്സിലായില്ലേ? സൂയിസൈഡ് പ്ലെയിൻസ് ഉപയോഗിച്ച മാതിരി ദേ വർ റെഡി ടു ഡൈ ഫോർ ദ നേഷൻ. അതുമാതിരി പലസ്തീന് വേണ്ടി മരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായി കാണണം. അല്ലാതെ ഇതിനെന്താണ് വഴിയുള്ളത്? ഞാൻ എന്താ കാണുന്നത്? ശരി, ഞാൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇസ്രായേൽ പ്രതിരോധ സേന അതിൻ്റെ കഴിവുകേടുകളാണ് ഈ 2 വർഷത്തെ യുദ്ധത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്, ഈ ആക്രമണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. സമാധാനം ശാശ്വതമാകാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പിന്നെ മൂന്നാമതായി ഇന്ത്യയുടെ പങ്ക് എന്താണ് എന്ന കാര്യത്തിലുള്ള വ്യക്തത ഇതിനോടകമായിട്ടുണ്ടോ എന്നതിലെ സംശയവും താങ്കൾ എങ്ങനെ കാണുന്നു? രണ്ട് കാര്യങ്ങളാണ് ശ്രീ ഗോപികൃഷ്ണൻ ചോദിച്ചത്. 2 കാര്യങ്ങളാണ്. IDFിൻ്റെ വെറാസിറ്റി, ടെനാസിറ്റി, കേപ്പബിലിറ്റി. IDFിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് എന്ന നിലയിൽ മാത്രമല്ല, ലോകത്ത് ഏറ്റവും അധികം കൺസൈസായ ആക്രമണങ്ങൾ നടത്തുന്ന സിസ്റ്റമാറ്റിക് ഫോഴ്സാണ്. പക്ഷേ ബന്ദികൾ കൈവശം ഉള്ള ഒരു സമയത്ത് ഏത് ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് നീങ്ങിയാൽ അത് ബന്ദികളുടെ വലിയ രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ ബന്ദികളുടെ സുരക്ഷയ്ക്ക് അത് വലിയ വിഘാതമാകും. യഥാർത്ഥത്തിൽ ഏതാനും ബന്ദികളെങ്കിലും IDFിൻ്റെ നിരന്തരമായ ആക്രമണത്തിലാണ് സ്വന്തം രാജ്യത്തിൻ്റെ ബന്ദികൾ കൊല്ലപ്പെട്ടത് എന്നുകൂടി ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ അന്ന് IDF പൂർണ്ണമായി ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കാവുന്ന ഒരു നിലയിലായിരുന്നില്ല, കൂച്ചുവിലങ്ങിടപ്പെട്ട ഒരു രീതിയിൽ. അപ്പോൾ ഒരു സെലക്റ്റീവ് ആയ ഒരു അറ്റാക്ക് മാത്രമേ കാണൂ. അത് മാത്രമല്ല, ഏറിയൽ ബൊംബാർഡ്മെൻറ്റ്, ഏറിയൽ സോർട്ടീസ് എന്ന് പറയുമ്പോൾ അത് എത്ര ടാർഗറ്റഡ് അറ്റാക്ക് ആണെങ്കിൽ പോലും അവിടെ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാകും. 1-to-1 ഫൈറ്റിൽ മാത്രമേ കൃത്യമായി ഹമാസിൻ്റെ പോരാളികളെ തെരഞ്ഞുപിടിച്ച് വധിക്കാനാവൂ. ആ രീതിയിലുള്ള കോമ്പാറ്റ് അല്ല അവിടെ നടന്നത് എന്ന് ഓർക്കണം. കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ആകാശത്തുകൂടി വരുന്ന മിസൈലുകളും എയർക്രാഫ്റ്റിൽ നിന്നും പായുന്ന മിസൈലുകളും എല്ലാം നശിപ്പിച്ച ഒരു മേഖലയാണ്. അതുകൊണ്ട് IDFിന് ഇനിയും ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇനി പൊളിറ്റിക്കൽ ഡിസിഷൻ എന്താണ്? ഇസ്രയേലിൻ്റെ ക്യാബിനറ്റ് അടുത്ത റൗണ്ടിൽ വാർ ക്യാബിനറ്റ് കൂടി എന്താണ് തീരുമാനമെടുക്കുന്നത്? ഇപ്പോൾ ഒരു റൗണ്ട് മാത്രമാണ്, അത് ഏതാണ്ട് വിജയകരമായി പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാനൊക്കും. ബന്ദി കൈമാറ്റം നടന്നിരിക്കുന്നു. ഇസ്രായേൽ സേന ചെറിയ തോതിൽ പിന്നോട്ട് മാറിയിരിക്കുന്നു. അവിടെ വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു, ഡിഫാക്റ്റോ വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ആ പോസിറ്റീവ് കാര്യത്തെ പോസിറ്റീവായി തന്നെ കാണണം. അപ്പോൾ ഇനിയുള്ള കാര്യത്തെ IDFിനെ എങ്ങനെയാണ് ഇസ്രായേലി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നത് നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ്. 2, ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യ യഥാർത്ഥത്തിൽ ഒക്ടോബർ 7, 2023 കൃത്യമായൊരു നിലപാടെടുത്തു. ഏത് രാജ്യം അല്ലെങ്കിൽ ഏത് ഭീകര സംഘടന, ഏത് തീവ്രവാദ വിഭാഗം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചാലും അത് ആക്രമണം തന്നെയാണ്. അത് അപലപിച്ചിരിക്കും. ഇന്ത്യ അപലപിച്ചു. പക്ഷേ തിരിച്ചടിക്കാനുള്ള അവകാശം ഇസ്രായേൽ, ഇന്ത്യ എടുത്ത നിലപാട് അങ്ങനെയാണ്. തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി UN ചാർട്ടറിലെ വ്യവസ്ഥ അനുസരിച്ച് 5ാമത്തെ വകുപ്പ് അനുസരിച്ച് തിരിച്ചടിക്കാൻ, സ്വയം രക്ഷയ്ക്ക് വേണ്ടി തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. അത് അംഗീകരിക്കുന്നു. പക്ഷേ ആ തിരിച്ചടി എന്ന് പറയുന്നത് സഭ്യതയുടെ, ന്യായത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാവുമ്പോൾ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് കൗണ്ടർ ഒഫൻസീവ് ആണ്. അത് മാത്രമല്ല, ഇതിനൊരു കാലാവധിയില്ലേ, 2 വർഷം നിരന്തരമായി നടത്തുന്ന നരഹത്യ, അതിനൊരു അറുതി വരണം. അത് കൊന്നൊടുക്കുന്നത് ഹമാസിൻ്റെ പോരാളികളെ മാത്രമല്ല എന്ന് ഓർക്കണം. സാധാരണക്കാരായ ആളുകൾ, കുട്ടികൾ, സ്ത്രീകൾ, നിരാലംബർ എല്ലാവരും തന്നെ വധിക്കപ്പെടുന്നു. അവിടെ ഇന്ത്യയുടെ മനസാക്ഷിയും ആദ്യം ഇത് ഐക്യരാഷ്ട്രങ്ങളിലൊക്കെ ഉക്രൈൻ രക്ഷ വിഷയത്തിലും ഈ വിഷയത്തിലുമൊക്കെ പ്രമേയങ്ങൾ വന്നപ്പോൾ ആദ്യം തന്ത്രപരമായ വിട്ടുനിൽക്കൽ എന്ന നിലപാടായിരുന്നു ഭാരതം സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് വ്യക്തമായ നിലപാടെടുത്തു. ഇന്ത്യ ഈസ് ഫോർ ദ പാലസ്റ്റീനിയൻ കോസ്. ഇന്ത്യ അംഗീകരിക്കുന്നു, പാലസ്തീനെ അംഗീകരിക്കുന്നു. ഹമാസിനെ അംഗീകരിക്കുക എന്നതല്ല, പാലസ്തീനെ അംഗീകരിക്കുന്നു. അതേസമയം ഹമാസിനെ ഒരു ഭീകര പട്ടികയിൽ ഇന്ത്യ പെടുത്തിയിട്ടുമില്ല. ഹമാസ് അവിടുത്തെ ഡിഫാക്ടോ അഡ്മിനിസ്ട്രേഷനാണ്. പക്ഷേ അതേസമയം ഹമാസ് നയിക്കുന്ന ഒരു ഭരണകൂടത്തെ അല്ല നമ്മൾ ഇന്ത്യ അംഗീകരിക്കുന്നത് പാലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യമെന്ന സങ്കല്പത്തോടൊപ്പം തന്നെയാണ് ഭാരതം. ആവർത്തിച്ച് ഭാരതം നയം വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മോഹൻ വർഗീസ്, 20 രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് ഗസ സമിറ്റിൽ എന്തുകൊണ്ടാണ് വിദേശകാര്യ സഹമന്ത്രിയെ മാത്രം വിട്ട് ഒരു പ്രാതിനിധ്യം നൽകാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടാവുക?
ദിസ് കുഡ് ഹാവ് ബീൻ എ വെരി ഗുഡ് ഡിപ്ലോമാറ്റിക് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ, അല്ലേ? അതെന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ നിലയ്ക്ക് ആലോചിച്ചിട്ടുണ്ടാകില്ല? ശ്രീ ഗോപികൃഷ്ണൻ, അവിടെ കൂടുന്ന രാജ്യങ്ങളുടെ ഒരു പ്രൊഫൈൽ എടുത്തു നോക്കൂ. യഥാർത്ഥത്തിൽ ദിസ് ഈസ് അമേരിക്കൻ ബ്രോക്കേർഡ് പീസ്. അതിൽ പങ്കാളികൾ നേരിട്ടും അല്ലാതെയും പങ്കാളികളായത് ആരാണ്? യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപ് കോൺഫിഡൻസിലെടുത്തു. അമേരിക്കയോടൊപ്പം നിൽക്കുന്ന സൗദി അറേബ്യയും UAE-യും ഖത്തറും ഉൾപ്പെടെയുള്ള അറബി ഇസ്ലാമിക രാജ്യങ്ങളെ കോൺഫിഡൻസിലെടുത്തു. അതുപോലെ തുർക്കി പോലെയുള്ള നേറ്റോ രാജ്യങ്ങളെ കോൺഫിഡൻസിലെടുത്തു. ഈജിപ്റ്റ് എന്ന മധ്യസ്ഥ രാജ്യത്തെ കോൺഫിഡൻസിലെടുത്തു. ചുരുക്കത്തിൽ അമേരിക്കയെ അംഗീകരിക്കുന്ന, ആത്യന്തികമായി അമേരിക്ക സുരക്ഷ നൽകുന്ന അറബി ഇസ്ലാമിക ലോകത്തെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട്, പരമ്പരാഗതമായി അമേരിക്കയോടൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയും കോൺഫിഡൻസിലെടുത്തുകൊണ്ട് എത്തിച്ചേർന്ന ഒരു സമാധാന പദ്ധതിയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയുടെ സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് എത്തിച്ചേർന്ന ഒരു കരാറാണ്. അതിൽ ഇന്ത്യക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കാളിത്തമില്ല. ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ ഈ പ്രോസസ്സിൽ ആ രീതിയിൽ പങ്കാളികളല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഒരു വിദേശകാര്യമന്ത്രിയോ പ്രധാനമന്ത്രി തന്നെയോ അവിടെ ഈജിപ്തിൽ കൂടുന്ന ഒരു ജംബൂറിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത്ര ഡിപ്ലോമാറ്റിക്കലി അത്ര വയബിൾ ഒരു ഓപ്ഷൻ അല്ല. ഇന്ത്യയുടെ നിലപാട് പറഞ്ഞു. നമ്മുടെ നിലപാട് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നതാണ്. നമുക്ക് വിദേശകാര്യത്തിൽ കൃത്യമായ നിലപാടുകളും തീരുമാനങ്ങളും ഉണ്ട്. എപ്പോഴും ഇസ്രായേലിനെ സഹായിച്ചു കൊള്ളണമെന്നും ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും അംഗീകരിച്ചു കൊള്ളണം എന്ന നിർബന്ധമില്ല. കേണൽ ഡെന്നി അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഖത്തറിനെ ആക്രമിച്ചപ്പോൾ ഇന്ത്യ നിലപാടെടുത്തല്ലോ, ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് തെറ്റ്. അതേസമയം പാലസ്തീന് നേരെ അല്ലെങ്കിൽ ഹമാസിന്റെ പോരാളികൾക്ക് നേരെ എന്ന വ്യാജേന ഗാസയിൽ നടത്തുന്ന അതിക്രമങ്ങളോടൊപ്പം അല്ല ഇന്ത്യ. അതുകൊണ്ട് കൃത്യമായ നിലപാട് ഇന്ത്യ പറഞ്ഞു. പക്ഷേ സമാധാന പ്രക്രിയയിൽ ട്രംപിന്റെ മേധാവിത്വത്തിൽ അല്ലെങ്കിൽ ട്രംപ് വിളിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ട്രംപിനെ ആദരിക്കാനായി കൂടി കൂടുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി പോയാൽ മതിയാകും എന്ന തീരുമാനമെടുത്തതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. കാരണം ഇന്ത്യ ഒരു കോസ്റ്റിനോടൊപ്പമാണ് ഈ സമാധാന പ്രക്രിയയിൽ. ഹമാസ് പങ്കാളിയാണ്, ഇസ്രായേൽ പങ്കാളിയാണ്. പക്ഷേ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പാലസ്തീൻ കോസ്റ്റിനോടാണ്. അതായത് ഓസ്ലോ കരാർ 1993-ലെയും 95-ലെയും ഓസ്ലോ കരാർ, അത് ദ്വിരാഷ്ട്ര പരിഹാരമാണെന്ന് ഓർക്കണം. അങ്ങനെ 2 നേഷൻ തിയറിയിൽ തന്നെയാണ് ഇന്ത്യ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നതും. അതനുസരിച്ചുള്ള കാര്യത്തിൽ കടുകിട വ്യത്യാസം വരുത്തിയതായി ഇപ്പോൾ യാതൊരു സൂചനയുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഇതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും ഒരു പക്ഷത്തോട് ചാഞ്ഞു നിൽക്കുകയാണ്, ഹമാസ് പക്ഷത്തേക്ക്, ഇസ്രായേൽ പക്ഷത്തേക്ക്. അങ്ങനെ കേരളത്തിൻ്റെ മനസ്സ്, മലയാളിയുടെ മനസ്സ് പങ്കിലമായി അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു പോയിരിക്കുന്നു. ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് പാലസ്തീൻ ജനതയോടാണ്. ആ ജനതയുടെ ആവിഷ്കാരത്തോടാണ്. ഒരു രാജ്യമെന്ന നിലയിൽ നിലനിൽക്കാനുള്ള പാലസ്തീൻ ജനതയുടെ അവകാശത്തോടൊപ്പം തന്നെയാണ് ഭാരതം. അതിനുവേണ്ടി ഈ കരാർ അതിന് ഉതകുന്നതല്ല. ഈ കരാർ 20 കരാറിൽ ഒരിടത്ത് പോലും പാലസ്തീൻ രാഷ്ട്ര സങ്കല്പം അവിടെ വരുന്നതേയില്ല. എന്തിന്? ഈ വെസ്റ്റ് ബാങ്കിനെ കുറിച്ചും ജെറുസലേമിനെ കുറിച്ചും പോലും പരാമർശമില്ല. പാലസ്തീൻ അതോറിറ്റിയെ കുറിച്ച് പരാമർശമില്ല. ആകെയുള്ളത് ഗാസയിൽ നിന്നുള്ള സേനകളുടെ പിന്മാറ്റം, ഗാസയിലെ ബന്ദിമോചനം, ഗാസയിലേക്ക് തിരിച്ചു വരാനുള്ള ഇസ്രായേൽ അങ്ങനെയാണെങ്കിൽ കേണൽ ഡിന്നി, ഇന്ത്യക്ക് ഭാഗികമായി മാത്രം പിന്തുണയ്ക്കാൻ കഴിയുന്ന, അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ ട്രംപിന്റെ ഈ 20 സമാധാന കരാർ? പ്രത്യേകിച്ച് ഈ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ട്വീറ്റും അതുപോലെ തന്നെ MAയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പീസ് അക്കോർഡിന് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു അനൗൺസ് ചെയ്തതിന്റെ ആ സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സമാധാനത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു. ഭാരതം നോക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഫസ്റ്റ് ഫേസ് വന്നു. അതായത് ആദ്യം ഇസ്രായേലിന്റെ ബന്ദികളെല്ലാം തിരിച്ചു വരിക, ഗാസയിലെ പലസ്തീനിയൻസിന് സമാധാനം കിട്ടുക, ഇത് രണ്ടും ഒരുമിച്ച് നടക്കാനുള്ള ഒരു ഇതാണ്. അതായത് വെടിനിർത്തലും നടക്കുക എന്നുള്ളത്. അപ്പൊ ഇത് ഏകദേശം നടന്നിട്ടുണ്ട്. ഇപ്പം ഇസ്രായേലിന്റെ ജീവിച്ചിരിക്കുന്ന 20ഓളം ബന്ദികൾ തിരിച്ചു വന്നു. വെടിനിർത്തൽ നടന്നിട്ടുണ്ട്, ഇസ്രായേലിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്, ഹമാസിന്റെ ഒഫീഷ്യലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അവര് ചില ഡോക്ടർ സന്തോഷ് പറഞ്ഞല്ലോ അതിനകത്ത് പറ്റുമായിരിക്കും, ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ചില പൊട്ടലും ഒക്കെ നടക്കുമായിരിക്കും. പക്ഷെ ഒഫീഷ്യലി ആയിട്ട് ഒന്നും നടക്കുന്നില്ല. രണ്ടാമതായിട്ട് അവിടെ നിന്നുള്ള പിന്മാറ്റം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഭാരതം അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ സെക്കൻഡ് ഫേസ് അവിടാണ് ഭാരതം ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് അപ്പോഴതിനൊരു നിലപാട് കൃത്യമായിട്ട് ഭാരതം പറയും. അവിടെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ നമ്മളെ നയം വളരെ ക്ലിയർ ആണ്. പലസ്തീനിയൻസിന് അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അവിടെ വേണം.
ഇസ്രയേലിന് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇസ്രയേലിന് വേണം, ഇസ്രയേലിന് അവരുടെ സേഫ്റ്റിയും വേണം, പലസ്തീനിയൻസിന് അവരുടെ സേഫ്റ്റിയും വേണം. അപ്പൊ ഈ രണ്ട് കാര്യത്തിലും ഭാരതത്തിനകത്ത് ഒരു വെള്ളം ചേർക്കലും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കേണ്ടത്. സന്തോഷ് കുമാർ ഡോക്ടർ, ഈ ഗസയിലെ പുനർനിർമ്മാണം, അവിടുത്തെ ജനതയുടെ സമാധാനപൂർണമായ ജീവിതം അത് പുനഃസൃഷ്ടിക്കുക എന്നത്, ആ കാര്യത്തിൽ താങ്കൾക്കൊരു ശുഭാപ്തി വിശ്വാസം ഇല്ലേ? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും ഈ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ബാരൻ ലാൻഡ് ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നേരത്തെ ആദ്യം കഴിഞ്ഞ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ 23 നവംബറിലും ഡിസംബറിലൊക്കെ പോകുമ്പോൾ ഈ റഫയിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. താമസിച്ചപ്പോൾ അവിടെ ഏകദേശം 18ഓളം ആശുപത്രിയുണ്ട്, ഞങ്ങൾ താമസിച്ച ഗസ്റ്റ് ഹൗസുകൾ, അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതെല്ലാം ഞാൻ ഇപ്പോൾ അവസാനം പോകുമ്പോൾ ഒന്നുമില്ല അവിടെ ബാരൻ ലാൻഡ് ആണ്. ഈ പറയുന്ന ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ പുനർനിർമ്മിക്കണമെങ്കിൽ A to Z ഈ പറയുന്ന എല്ലാം പ്ലാൻ ചെയ്ത് പുതിയതായിട്ട് നിർമ്മിക്കേണ്ടി വരും. അപ്പൊ അതിന് കുറച്ചൊന്നുമല്ല ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്നതും സമയം വേണ്ടി വരുന്നതും. ഇതൊക്കെ ഭയങ്കരമായ സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇപ്പുറത്തെ വശത്തും അതുപോലെ തന്നെയാണ്. ഈ പറയുന്ന ഡേർ അൽബല മുതൽ ഗസാസ് പട്ടണം വരെയുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെയൊക്കെയും ഇപ്പൊ ആൾക്കാർ മുഴുവൻ താമസിക്കുന്ന സാധാരണ ടെന്റുകളിൽ ഒരു ടെന്റിലൊക്കെ ഏകദേശം 15 മുതൽ 20 പേരൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോ അവർക്ക് ഈ പറയുന്ന കുട്ടികൾക്ക് പോവാൻ സ്കൂളില്ല, ഈ പറയുന്ന കൃഷി നടത്താനുള്ള സ്ഥലമില്ല. അപ്പോ ഈ പറയുന്ന മരങ്ങൾ പോലും, അവസാനത്തെ മരങ്ങളൊക്കെ അവിടെ വിറകുകളാവുകയാണ്. ബാക്കിയുള്ള മുഴുവൻ മരങ്ങളും എല്ലാം ചെടികളും ഒക്കെ തന്നെ ഈ പറയുന്ന എന്തെങ്കിലും ഭക്ഷണം കിട്ടുന്നത് പാചകം ചെയ്യാനുള്ള വിറകുകളാവുകയാണ്. ഒരു ബാരൻ ഒരു ഡെസേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെയും സ്കൂളിൽ പോവാതെ അവർ തെരുവിലിറങ്ങി നടക്കുകയാണ്. അവിടെ വലിയ ഗുണ്ടാ സംഘങ്ങളും ഈ പറയുന്ന പിടിച്ചുപറി സംഘങ്ങളും ഒക്കെ ആയിട്ട് സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ അതിഭയങ്കരമായി നടക്കുകയാണ്. പിടിച്ചുപറി സംഘങ്ങൾ വളരെ വളരെ വ്യാപകമാണ്. കാരണം കിട്ടുന്ന ഭക്ഷണം വളരെ തികയാത്തതുകൊണ്ട് തന്നെ അത് ഉള്ള ആൾക്കാരൊന്ന് പിടിച്ചു പറിക്കുക എന്നുള്ളത് വളരെ എളുപ്പം നടക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും നടക്കുന്ന കുറെ സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലുള്ള സ്ഥലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്ന അതിനപ്പുറമാണ്. നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ കയ്യിൽ എക്സ്റ്റേണൽ ഫിക്സേറ്റർ ഇട്ട ആൾക്കാര് ഈ എക്സ്റ്റേണൽ ഫിക്സേറ്റർ ഊരുമ്പോ അത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, അടുത്ത ആളിന് വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അത് വന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഈ ദരിദ്രരായ ആൾക്കാർ അത് കയ്യിൽ നിന്ന് ഊരിയിട്ട്, അവര് വേദന സഹിച്ചത് ഊരിയിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുകയാണ്. അയാളെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്, അപ്പോഴും എല്ല് ചേർന്നിട്ടില്ല. അതുപോലെ ഇന്റേണൽ ഫിക്സേറ്റർ ഇട്ട ആൾക്കാര് അത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞു, 5 ആൾക്ക് വിറ്റ് കഴിഞ്ഞു. 5 ആൾ വിറ്റ് അവർക്ക് ആർക്ക് കൊടുക്കുമെന്ന് അറിയാതെ അയാൾ ഒളിച്ചു കഴിയുകയാണ്. നമ്മൾ ആലോചിക്കും, ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഈ പറയുന്ന $100 വില, ഒരു സിഗരറ്റിന് $15 വില. അപ്പൊ ഇതൊക്കെയും ഒരു ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയും ഈ പറയുന്ന നമ്മൾ ഈ വിചാരിക്കും ഈ ആൾക്കാർ തമ്മിൽ അടിക്കുന്നതൊക്കെ അവിടുത്തെ ആൾക്കാരുടെ ഇന്റഗ്രിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല, ഇന്റഗ്രിറ്റി ഇല്ലാത്ത മനുഷ്യന്മാരൊന്നും അല്ല. അവരുടെ ഈ പറയുന്ന ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഞാനും ഗോപികൃഷ്ണനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഇത് തന്നെ നമ്മൾ ചെയ്യും. കാരണം നമുക്ക് ഭക്ഷണമില്ലെങ്കിൽ, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഒരു നേരം ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരവുണ്ടാവില്ല. അപ്പൊ നമുക്ക് അടുത്ത ആളിന്റെ കയ്യിരിക്കുന്ന ഭക്ഷണം പിടിച്ചു വാങ്ങിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറച്ചിരിക്കാൻ കഴിയില്ല. അപ്പോ ഇത് എത്ര കണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ, ചർച്ചകൾക്കപ്പുറത്തേക്ക് അവിടെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. സാധാരണ മനുഷ്യന്മാർക്ക് ഈ പറഞ്ഞ ആവശ്യത്തിനുള്ള ഭക്ഷണം അവിടെ എത്തിക്കണം. അത് എത്ര ദിവസം ഇപ്പൊ ഈ പറഞ്ഞ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചെറിയ സംവിധാനം ഉണ്ടാക്കണം. ആൾക്കാർ വഴക്കുണ്ടാക്കാതിരിക്കണം. ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഇതൊക്കെ കിട്ടുമ്പോഴേ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. മുമ്പേ ഉണ്ടാവുന്നതിനെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് നമ്മൾ ലഘൂകരിച്ചു കഴിഞ്ഞാലേ നമ്മൾ ജീവിതം ഇല്ലാതായി പോകും. അതുകൊണ്ട് ആദ്യം ഈ കാര്യം ആർക്കെങ്കിലും ഒക്കെ ഇതിനകത്ത് ഈ പറയുന്ന ഈ പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ഉണ്ടെങ്കിൽ അവരെത്തിക്കേണ്ട കാര്യം ഭക്ഷണവും ആൾക്കാർക്കുള്ള മരുന്നും ഈ ആശുപത്രി നടത്താനുള്ള സംവിധാനവും ചികിത്സയ്ക്കുള്ള സംവിധാനവും ശരിയായ വെള്ളവും കമ്മ്യൂണിക്കേഷനും ഫ്യൂവലും ഒക്കെയാണ്. അപ്പോ ഇത് ആദ്യം എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള റീകൺസ്ട്രക്ഷനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിലും ഇതൊന്നും അവിടെ എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും റഫേൽ ഈ പറഞ്ഞ അലംബി ബോർഡറിൽ നിന്ന് ഏകദേശം 5000 ട്രക്കുകൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്.
ജോർഡാനിലും ഇതുപോലെ കിടക്കുകയാണ്. അപ്പോ ഇത് ആണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഈ സ്കൂൾ ഉണ്ടാക്കുകയോ ഇല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഈ താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയോ കൃഷി സ്ഥലങ്ങൾ ഉണ്ടാക്കിയോ ബാക്കി റിസോർട്ട് ഉണ്ടാക്കിയോ എന്തൊക്കെ ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമാണ്. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടില്ല. ഈ പറഞ്ഞ 2 വർഷമോ 3 വർഷമോ ചിലപ്പോൾ 5 വർഷമോ ഒക്കെ എടുക്കുന്ന വലിയ പദ്ധതികളായിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് വീണ്ടും യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം വീണ്ടും തകരും. അപ്പോ വളരെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന, വളരെ ഈ പറഞ്ഞ ഒരു നൂലിൽ കെട്ടി നിൽക്കുന്ന ഒരു പോലെയാണ് വാസ്തവത്തിൽ അവിടുത്തെ പീസ് പ്രോസസ് എന്ന് പറയുന്നത്. അത് ഏത് സമയവും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെക്കാട്ടിയും വളരെ മോശമായ സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൾക്കാർ ഇതുപോലെ തന്നെ മരിക്കുകയും കൂട്ടത്തോടെ മരിക്കുകയും നമ്മളിപ്പോ ഈ കാര്യമൊക്കെ പോട്ടെ, സാധാരണ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഈ ഹൃദ്രോഗം തുടങ്ങിയ ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് മരുന്നെവിടെ? ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മരുന്ന് കിട്ടിയില്ലെങ്കിൽ, ഹൃദ്രോഗമുള്ള ഒരാൾക്ക് ഒരാഴ്ച മരുന്ന് കിട്ടിയില്ലെങ്കിൽ എന്തെന്നറിയാവോ? അയാൾ മരിച്ചു പോകും. അടുത്ത ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പോകും. അങ്ങനെ മരിച്ചവരുടെ കണക്കുകളൊന്നും നമ്മൾ ഈ കണക്കുകളൊന്നും ഇല്ല. പുതിയ കുട്ടി പറഞ്ഞ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് അവർക്ക് താമസിക്കാനുള്ള ഈ ക്യാമ്പിനകത്ത് 15-20 പേരുള്ള സമയത്ത് തറയിൽ മുഴുവൻ വെള്ളവും ഈ പറഞ്ഞ ഫീസിസുമാണ്. അതിനകത്ത് കിടന്ന് ഏത് കുട്ടിക്കാണ് ഈ അസുഖം വരാതിരിക്കുന്നത്? എല്ലാവരും ഈ കുട്ടികൾ മുഴുവൻ മരിക്കും. ആ കുട്ടികൾ, മരിച്ച കുട്ടികളൊന്നും ഈ കണക്കിലില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ മരുന്ന് കിട്ടിയില്ലെങ്കിൽ മരിക്കും. ഡയബറ്റിസ് ഇല്ലെങ്കിൽ കാല് മുറിക്കേണ്ടി വരും. ഇതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോ ഗവേഷണം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതേ ഉള്ളൂ. അടിയന്തരമായി ചെയ്യേണ്ട കാര്യം വാസ്തവത്തില് വേറെ കാര്യങ്ങളാണ്. അത് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടേ ഇല്ല. ആ കാര്യങ്ങൾ ചെയ്ത ശേഷം മാത്രമേ വാസ്തവത്തിൽ ഈ പറയുന്ന എന്തെങ്കിലും ഈ ലോങ് ടേം ആയിട്ടുള്ള റീഹാബിലിറ്റേഷനോ മറ്റോ ഒക്കെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതിന് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും, പൈസ ആരെങ്കിലും കൊടുക്കേണ്ടി വരും. അത് ഏറ്റവും അത്യാവശ്യം പൈസ കൊടുക്കുന്നതും ഇൻവെസ്റ്റ്മെന്റിനും അപ്പുറത്തേക്ക് ഏറ്റവും അത്യാവശ്യം ഈ പീസ്, സമാധാനം കുറെ നാളെങ്കിലും നിലനിൽക്കുക എന്നുള്ളതാണ്. അത് ഈ പറയുന്ന കുറച്ച് ഈ പറഞ്ഞ 10-15 വർഷങ്ങളൊക്കെ എത്രയും കണ്ട് നിന്ന് കഴിഞ്ഞാൽ അത്രയും നന്നാണ് മാത്രമേ പറയാൻ കഴിയൂ. ശരി ഡോക്ടർ, ഡോക്ടറുടെ ഈ നോട്ടിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പ്രൈസ്ലെസ്, വിലമതിക്കാനാകാത്തത് എന്നത് ഒന്നേ ഉള്ളൂ, അത് സമാധാനമാണ്. ഗസയുടെ മനുഷ്യരുടെ ഈ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് സമാധാനത്തിൻ്റെ വെളിച്ചം എത്തട്ടെ എന്ന് ആഗ്രഹിക്കാനേ കഴിയുള്ളൂ. അതിൻ്റെ ആദ്യപടിയായി നമുക്ക് ഈ സമാധാന നീക്കങ്ങളെ കാണാം. അത് ശാശ്വതമായി മാറട്ടെ എന്ന പ്രതീക്ഷ നമുക്ക് ബാക്കി വയ്ക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.